ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ പറയുന്ന പ്രയോഗിക്കുന്ന ചില വാക്കുകൾ, സെന്റൻസുകൾ ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നെഗറ്റീവ് സെൻസിൽ അറം പറ്റുക എന്ന് പറയും, പോസിറ്റീവ് സെൻസിൽ തഥാസ്തു എന്ന് പറയും. വേടന്റെ ജീവിതത്തിലും സംഭവിച്ചത് അതാണ്. വേടന്റെ ഒരു പാട്ട്, ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടം എന്ന പാട്ട്, മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് അസ് എന്ന പാട്ടുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഒരു പഠനം കേരളത്തിലെ സർവകലാശാലകളിൽ പാഠ്യവിഷയം ആക്കിയിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലുമായി നടത്തിയ ഒരു ഇന്റർവ്യൂവില് വേടൻ പറയുന്നു, ഞാൻ എന്റെ സുഹൃത്തുക്കളോട് കോമഡി ആയിട്ട് പറയും, എടാ എന്നെങ്കിലും ചിലപ്പോൾ ഞാൻ മരിച്ചിട്ടായാലും 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എന്റെ കവിതയെ കുറിച്ച്, എന്റെ പാട്ടിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഹൃദിക് എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് അദ്ദേഹം ഇത് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും, എന്നെങ്കിലും ഈ പാഠപുസ്തകത്തിൽ എന്റെ പാട്ടിനെ കുറിച്ച്, എന്റെ കവിതയെ കുറിച്ച് പഠിപ്പിക്കും എന്ന് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ചില കാര്യങ്ങൾ, ചില വാക്കുകൾ, ചില സെന്റൻസുകൾ, ചില ആഗ്രഹങ്ങൾ, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. വേടൻ കോമഡി ആയിട്ട് പറഞ്ഞതാകാം, തമാശയായിട്ട് പറഞ്ഞതാകാം, പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കേൾക്കുന്നുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ട്, അത് ലോ ഓഫ് അട്രാക്ഷൻ തിയറി അനുസരിച്ചിട്ട് അതിനെ അട്രാക്ട് ചെയ്യുന്നു, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ മോശക്കാരനാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഞാനത് ആവില്ല എന്നൊക്കെ പറയുന്നതിന് പകരം എപ്പോഴും പോസിറ്റീവായിട്ട് ഞാൻ അത് നേടിയിരിക്കും, ഞാൻ ഇന്നതാകും, എനിക്ക് ഇന്ന സംഭവങ്ങൾ വേണം എന്ന രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ പറയുന്നതിന്റെ അർത്ഥം അതാണ്. എന്താണോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാകും എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് വേടന്റെ ഈ കഥ. ടോവിനോ തോമസിനെ കുറിച്ചും ജയസൂര്യയെ കുറിച്ചും ഒക്കെ ഇതുപോലെ കേട്ടിട്ടുണ്ട്, പലരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ലേറ്റസ്റ്റ് ആണ്, വേടൻ മാനിഫെസ്റ്റ് ചെയ്ത വേടന്റെ വിജയ കഥ.